ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തൊക്കെയാണ്, സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. സൂപ്പർ ഫേസ് പാക്കാണ് കേട്ടോ. നിറം വയ്ക്കാനൊക്കെ അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് തേക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം തന്നെ അറിയാൻ പറ്റും. ഇനി മെയിൻ താരം റാഗിപ്പൊടി വെച്ചുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ റാഗിപ്പൊടിൻ്റെ കൂടെ മറ്റ് 2 സൂത്രങ്ങൾ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാവേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഞാനിതാ റാഗി പൗഡർ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ, നമുക്കതനുസരിച്ച് നമുക്ക് എടുക്കാമെന്ന് കരുതി ഒരു 2 സ്പൂണ് പൊടി എടുത്തേക്കുള്ള. നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എടുത്തപ്പോൾ ഞാൻ ഇച്ചിരി കൂളങ്ങ് എടുത്തതേ ഉള്ളൂ. നമുക്കറിയാം റാഗി പൗഡർ നല്ലതാട്ടോ, മുഖമൊക്കെ നല്ല നിറം വയ്ക്കാൻ അടിപൊളി സാധനമാണ് ഈ റാഗി പൗഡർ. പക്ഷേ റാഗി പൗഡർ പ്രത്യേകത വെച്ചാൽ തേച്ച് കഴിയുമ്പോൾ ഓയിൽ സ്കിന്നുള്ളവർക്കൊക്കെ തേച്ച് കഴിയുമ്പം എന്തായാലും ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് തേക്കുന്ന പാക്ക് ഇത് ഈ റാഗി പൗഡറിൻ്റെ കൂടെ മറ്റ് 2 സൂത്രങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ പാക്ക് ഒരു കാരണവശാലും ഡ്രൈ ആവത്തേ ഇല്ല കേട്ടോ. നല്ല സിൽക്ക്, നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ മുഖം ഇരിക്കും, നല്ല തിളക്കത്തോടെ ഇരിക്കും, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും, നല്ല സോഫ്റ്റ് എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിന് മിക്സ് ചെയ്യുന്ന സാധനം എന്താണെന്ന് നമുക്ക് നോക്കാവേ. മെയിൻ താരമാണ് കറ്റാർ വാഴ ജെല്ല്. നമുക്കറിയാം കറ്റാർ വാഴ ജെല്ല് സൂപ്പറാണല്ലേ. നമ്മുടെ ഡ്രൈനെസ് ആവുകയില്ല. ഇപ്പോൾ എത്ര ഡ്രൈ നമ്മൾ ഹെയർ ആണെങ്കിലും ശരി, ഫേസ് ആണെങ്കിലും ശരി, നമ്മളിപ്പോൾ എന്താ ഡ്രൈ ആകുവാണെങ്കിൽ ഒരു ചെറിയൊരു കറ്റാർ വാഴ ജെല്ല് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തേക്കുവാണെങ്കിൽ ആ ഡ്രൈനെസ് ഒക്കെ കംപ്ലീറ്റ്ലി പോയി നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്കിന്ന് പാക്കിൽ നമ്മൾ കറ്റാർവാഴ ജെല്ല് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2ാമത്തെ സാധനമാണ് തൈര്, പാല്, ഈ സംഭവം ഇല്ലാത്ത കളിയൊന്നും ഇല്ല കേട്ടോ. തൈര് അത്രയ്ക്ക് നല്ല സൂപ്പർ സാധനം ആയതുകൊണ്ട് നമ്മൾ തൈര് എടുക്കുന്നത്. തൈരിൻ്റെ പകരം നമുക്ക് തിളപ്പിക്കാത്ത പാല് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എന്താ പറയുക, ഇത് രണ്ടാണ് ഇച്ചിരി കൂടെ നമുക്കൊരു നല്ലൊരു ബ്രൈറ്റിങ് കളർ വേണ്ടേ. അപ്പം പാല്, തൈര് ഇതൊക്കെയാണ് നല്ലത്. പിന്നെ തക്കാളിയുടെ ജ്യൂസ് വേണ്ടി എടുക്കാം, പക്ഷെ ഇത്രയും എഫക്റ്റ് അതിന് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല സൂപ്പർ തന്നെയാണ്, നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ കറ്റാർവാഴ ജെല്ലിതാ ഈ ഒരു സ്പൂണിൻ്റെ ഒരു അളവ്, അതായത് വലിയ സ്പൂണിൻ്റെ അളവിലുള്ള കറ്റാർവാഴ ജെല്ലാണ് എടുത്തേക്കണത്. നമുക്കിതിലോട്ട് റാഗി പൗഡർ ചേർക്കാം. ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കറക്റ്റ് ഇല്ല കേട്ടോ, ഇച്ചിരി കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. നമ്മുടെ കറ്റാർവാഴ ജെല്ലും ഇതൊക്കെ മിക്സ് ചെയ്യാൻ ഇച്ചിരി പാട് തന്നെയുള്ള കാര്യം. നമുക്ക് സ്പൂൺ വേണ്ട അല്ലേ, സ്പൂൺ കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. റാഗി പൗഡർ നമുക്ക് ആവശ്യമനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുത്തുന്നേ ഉള്ളേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഞാൻ ഈ റാഗിപ്പൊടി മേടിച്ചേക്കാൻ കാരണം നമ്മുടെ മുഖത്ത് തേക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല കേട്ടോ. ഞാനിത് രാവിലെ കുറുക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്, റാഗി പുട്ടുണ്ടാക്കി കഴിക്കാറുണ്ട്, അതുപോലെ റാഗി ദോശ, ആ സംഭവങ്ങളൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ നമുക്കതിൻ്റെ കൂടെ നമുക്ക് ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേട്ടനെ കൊണ്ട് റാഗിപ്പൊടി മേടിപ്പിച്ചത്. ഇപ്പം തീരാറായിട്ടില്ല, ഒരു 2 ആഴ്ചത്തേക്കും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും റാഗിയുടെ കുറുക്കൊന്നും കഴിക്കില്ല. ഈ എന്താ പറയുക, ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ, എനിക്ക് ചപ്പാത്തിയുടെ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ റാഗിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, കടലക്കറിയൊക്കെ ഇല്ലേ, കടലക്കറിയുടെ കൂടെയൊക്കെ ഈ പുട്ടുണ്ടാക്കി കഴിക്കും. റാഗിപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അരിപ്പുട്ട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പുട്ട്, റാഗിപ്പുട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടല്ലോ, നോക്കിക്കേ, ഇതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ കണ്ടോ, നമുക്കിത് മുഖത്ത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം കണ്ടോ. നമ്മുടെ ആ പാത്രങ്ങളൊക്കെ കറക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ. നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. കണ്ടോ, തൈരും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ പാക്കിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കേ, നല്ല വൈറ്റ് കളറായത് കണ്ടോ. ഞാൻ പറയില്ലേ, തൈര് നമ്മുടെ മുഖം വെളുപ്പിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് തൈര്. തിളപ്പിക്കാത്ത പാല്,
അങ്ങനെ ഈ 2 സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നമ്മൾ ഈ മുഖത്തെ ടാനൊക്കെ മാറാൻ ഈ തൈര് കഴിഞ്ഞുള്ളൂ വേറെ ഏത് സാധനം. പിന്നെ തക്കാളിയുടെ നീര് കേട്ടോ, തക്കാളിയുടെ നീര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇങ്ങ് വെള്ളം പോലെ ഒന്നും ആയിട്ടില്ല. അത് അലോവേറ ജെല്ലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണത് കണ്ടോ, കട്ടിയായിട്ടുണ്ടേ. അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് മുഖത്തങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്നും ചെയ്യണ പോലെ തന്നെ 1 മിനിറ്റ് 2 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വയ്ക്കാം കേട്ടോ. പൊട്ടൊന്ന് ജസ്റ്റ് താഴെ പോയാലും അന്നേരം ഞാൻ വെച്ചപ്പം ചിരിഞ്ഞു പോയി. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാക്കങ്ങ് തേച്ച് കൊടുക്കാം. ഈ പാക്കങ്ങ് തേച്ച് കൊടുക്കാതെ. അപ്പോൾ ഇന്നലെ ഞാനൊരു പാക്ക് ഇട്ടത് കൊണ്ട് ഇന്ന് പാക്ക് ഇടുന്നത് അത്ര നല്ലതല്ല നമുക്കറിയാം. പക്ഷെ നാളെ നമ്മളൊരു യാത്ര പോവുകയാണ്, അതുകൊണ്ട് മുഖമൊക്കെ ഒന്ന് ഇച്ചിരി വെളുത്ത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് പാക്ക് ഇടുന്നത് കേട്ടോ. നിങ്ങൾ തേക്കുവാണെങ്കിൽ ആഴ്ചയിൽ 3 തവണയൊക്കെ ഉപയോഗിച്ചാൽ മതിയേ. അപ്പോൾ നമുക്ക് മുഖത്ത് തേച്ചെടുക്കാവേ. മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം കേട്ടോ. മുഖമൊക്കെ നേരത്തെ കഴുകിയായിരുന്നു. നേരത്തെ എന്നല്ല, വീഡിയോ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് മുഖം കഴുകിയത്. സ്കിന്നിലോട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിക്കണേ. ഇതിപ്പോൾ മുടിയിലായാലൊന്നും പ്രശ്നമില്ല കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു പാക്ക് അങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടും. അതായത് നമ്മളിപ്പോൾ നാളെ പോവുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുമ്പ് തേക്കുന്നത് നല്ലത്. പക്ഷേ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ കാണിക്കാനും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. രാത്രി ഇനി ഇതൊന്നും ചെയ്യുന്നത് പോവില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്ന ഫേസ് പാക്കൊക്കെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചുള്ള സംഭവമൊന്നും ഞാനും മുഖത്തൊന്നും തേക്കാറൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കും. അലോവേറ ജെല്ലില്ലേ, അത് തേക്കാറുണ്ട് കേട്ടോ രാത്രി കിടക്കാൻ നേരത്ത്. അല്ലാതെ വേറൊരു സംഭവമില്ല. പാക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചുള്ള സ്പെഷ്യൽ പാക്കൊന്നും ഞാൻ മുഖത്ത് തേക്കാറില്ല കേട്ടോ. എൻ്റെ മുഖത്തിനിപ്പോൾ ഒരുപാട് വ്യത്യാസമാണ്. എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇരുണ്ട നിറം തന്നെയാണ് എൻ്റേത്. പക്ഷേ എന്നാലും മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ ഇരുണ്ട ഫേസായിരുന്നു. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ നാച്ചുറൽ പാക്കുകൾ ചെയ്ത് വ്യത്യാസം വന്നതാണ് കേട്ടോ. അല്ലാതെ വേറൊരു കെമിക്കൽ ഒരു സാധനം ഉപയോഗിക്കാറില്ല. സൺസ്ക്രീൻ ലോഷൻ തേക്കാണ്, പക്ഷേ എനിക്ക് നാച്ചുറൽ സൺസ്ക്രീൻ ലോഷൻ ഞാൻ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് സൺസ്ക്രീൻ ലോഷൻ എനിക്ക് എന്തായാലും ഉപയോഗിക്കണം. വെയിലത്തൊക്കെ പോകുമ്പോൾ ഞാൻ സൺസ്ക്രീൻ ലോഷനായിട്ട് തേക്കണത്. പിന്നെ ഇതുപോലെ നാച്ചുറൽ പാക്കുകൾ മാത്രം, വേറൊരു സംഭവം നമ്മൾ കെമിക്കലായിട്ട് ഒരു ക്രീം പോലും തേക്കാറില്ല. സൺസ്ക്രീൻ ലോഷൻ ഒഴിച്ച് ബാക്കി ഒരു ക്രീമും തേക്കാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ തേക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ, എന്തായാലും കഴുത്തിൽ തേച്ചേക്കാം. ഞാൻ പിന്നെ തേക്കാമെന്ന് വിചാരിച്ചു, പിന്നെ എഴുതി ഞാൻ ഇപ്പം തന്നെ തേച്ചേക്കാമെന്ന് എഴുതി. അല്ലെങ്കിൽ കഴുത്ത് വേറെ നിറവും മുഖം വേറെ നിറമാവേ. അതായത് കണ്ണിൻ്റെ സൈഡിലൊന്നും തേക്കരുത് കേട്ടോ. കണ്ണിൻ്റെ ഇത് നമുക്കറിയാം, ഒരു തരി പോലത്തെ സംഭവമാണ് ഈ റാഗി പൗഡറ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഇവിടെ സ്ഥലം തേക്കും, നമ്മളിങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ പാടുകൾ വീഴും. അതുകൊണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് തേക്കണ്ട, നമ്മുടെ മുഖത്ത് മാത്രം തേച്ചാൽ മതി. മുഖത്ത് തേച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് പതുക്കെ മാത്രം കഴുകി കളഞ്ഞാൽ മതിയേ. ഇതൊക്കെ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത്. അത് ഏത് പാക്കാണെങ്കിലും നല്ലത് വൈകുന്നേരം തേക്കുന്ന കേട്ടോ. എനിക്കിപ്പോൾ വൈകുന്നേരം എടുക്കാനൊന്നും പറ്റില്ലേ, കാരണം ഒന്നാകെ വെട്ടമില്ല വീടിൻ്റെ ആകുമെന്നേ. പിന്നെ എന്താ പറയുക, ഈ വെട്ടത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒന്നും കിട്ടില്ല. നമ്മൾ ഇരുട്ടത്തിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് ലൈവായിട്ട് കാണണമെങ്കിൽ ഇച്ചിരി വെട്ടമോ വെളിച്ചമൊക്കെ വേണം. അപ്പം ഞാനിതാ പാക്ക് ഇട്ടിട്ടുണ്ട്. കഴുത്തിലും മുഖത്തൊക്കെ
പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് എന്നും പറയണ പോലെ തന്നെ ഒരു 20 മിനിറ്റ് വരെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി. നല്ല റിസൾട്ട് ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും, മുഖം കാണാൻ നല്ല ഒരു വൈറ്റിങ് കളർ തന്നെ മുഖത്തുണ്ടാവും കേട്ടോ. പിന്നെ ഡ്രൈ ആവത്തേ ഇല്ല കേട്ടോ, കാരണം ഇതിൽ കറ്റാർവാഴ ചേർക്കുന്നുണ്ട്, തൈര് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും മുഖം ഡ്രൈ ആവത്തേ ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തേക്കാം. എൻ്റെ ഓയിൽ സ്കിന്നാണ്. പിന്നെ നമ്മൾ എന്ത് പാക്ക് തേച്ച് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ലോ അല്ലെങ്കിൽ നമുക്ക് കടകളിൽ കിട്ടുന്ന അലോവേറ ജെല്ലോ ജസ്റ്റ് ഒരു ജസ്റ്റ് തേക്കുവാണെങ്കിൽ നല്ലതാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം. പാക്ക് ഇതാ ഇങ്ങനെ ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തൈരില്ലേ, ആ തൈരെടുത്ത് ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഇന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. സംസാരിക്കാനൊന്നും പാടില്ല. സംസാരിക്കുമ്പോൾ നമ്മളെ മുഖമൊക്കെ ചുളുങ്ങി ചുളിവുകളൊക്കെ വരും. ഇതെടുത്ത തൈരൊക്കെ തീർന്നു കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് പോലെ അങ്ങ് ചെയ്യുക. ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക കേട്ടോ. പതുക്കെ മസാജ് ചെയ്താൽ മതി. റാഗിപ്പൊടി ആയതുകൊണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു തരികൾ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സ്പീഡ് മസാജ് ചെയ്യേണ്ട, പതുക്കെ മസാജ് ചെയ്യുക. അപ്പോൾ ഞാൻ തൈരെടുത്ത് ഞാൻ മുഖത്തൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് കഴുകി കളയാവേ. ഡ്രൈ ഒന്നാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചങ്ങ് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. നമുക്കിനി തുടച്ചങ്ങ് മാറ്റാം. ഇത് കറ്റാർവാഴ ജെല്ലാണ് ഈ കട്ടയായിട്ടിരിക്കണത്. കണ്ട് തുടച്ചപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കവള ഞാൻ ശരിക്കും തുടച്ച് കാണിച്ചു തരാവേ. കണ്ടില്ലേ, പിന്നെ ഡ്രൈ ആയിട്ടേ ഇല്ല കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, ഡ്രൈ ആയിട്ടേ ഇല്ല. അപ്പം ഞാൻ നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ. എന്നിട്ട് നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ കഴുക്കൊന്നും ശരിയാവത്തില്ല, മേത്തൊക്കെ വെള്ളം വീഴുകയാണ്. അപ്പോൾ തുടച്ച് മാറ്റപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കണ്ടോ, നെറ്റിയൊക്കെ നോക്കി നല്ല നിറം വെച്ചു. അതിൻ്റെ നെറ്റി സാധാരണ കവളിനേക്കാളും ഇരുണ്ട നിറമാണ് നെറ്റിയിൽ. അപ്പോൾ നെറ്റി നോക്കി നല്ല നിറം വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാനിന്ന് കഴുകിയിട്ട് വേഗം വരാവേ. അപ്പം ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നു. പിന്നെ ഇതാ തോർത്തും കൂടെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു എണ്ണമയം പോലുണ്ട്, കുഞ്ഞൊരു എണ്ണമയം പോലുണ്ട്. നമ്മൾ തൈരെടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് തേച്ച് മസാജ് ചെയ്തില്ലായിരുന്നു ലാസ്റ്റ്, അതുകൊണ്ടാണ്. ഒരു കുഴപ്പമില്ല, നമ്മുടെ സ്കിന്ന് ഒത്തിരി അങ്ങ് ഓയിലൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ഫേസ് പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. കവളൊക്കെ നോക്കിയാൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. കട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം നമ്മൾ മസാജ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ അതിൽ ഇങ്ങനെ മസാജ് ചെയ്യേണ്ട കേട്ടോ. ചില പാക്കൊക്കെ ഇപ്പോൾ മുൾട്ടാണി മിട്ടിയൊക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്താലും ഒരു കുഴപ്പമില്ല, നൈസായിട്ടൊരു പൊടിയാണ്. പക്ഷേ ഇതിന് ഒരു കുഞ്ഞു കുഞ്ഞു തരികളുള്ള സംഭവമാണ് റാഗി പൗഡർ കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡാമേജ് ആവും. അതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ പ്രഷർ ഉപയോഗിച്ച് മസാജ് ചെയ്യണ്ട, ചെറിയ രീതിയിൽ അങ്ങ് പതുക്കെ ഒന്ന് മസാജ് ചെയ്താൽ മാത്രം മതി. പിന്നെ നെറ്റിയൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നെറ്റിയുടെ സൈഡാണ് ഇച്ചിരി കൂടി ഡാർക്കൻസായിട്ട് വന്നിരിക്കുന്നത്, അതൊക്കെ മാറിക്കിട്ടി. അപ്പം അടിപൊളി പാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തിലൊക്കെ തേച്ചില്ലായിരുന്നോ, ഏകദേശം കൈയുടെ നിറമായിരുന്നു എൻ്റെ കഴുത്തിൽ. ഇപ്പോൾ കഴുത്തിലൊക്കെ ഓരോ പാക്കുകളൊക്കെ ചെയ്തിട്ടാട്ടോ ഇച്ചിരി കൂടി നിറമൊക്കെ വന്നത്.
ഇരുണ്ട നിറം തന്നെയാണ്. അതിന് തർക്കം പറയുന്നില്ല, ഇരുണ്ട നിറം തന്നെയാണ്. എൻ്റെ കൈക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, ഇരുണ്ട നിറം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. സൂപ്പർ ഫേസ് പാക്കാണിത്. നമുക്കിത് മുഖത്തും കഴുത്തിലും മാത്രം, നമുക്ക് കയ്യിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് ഇച്ചിരി മടി പിടിച്ചത് കൊണ്ടാണ് ഞാൻ കയ്യിലൊക്കെ തേക്കുന്നത്, അല്ലെങ്കിൽ കയ്യിലും കൂടെ തേക്കേണ്ടതാണ്. കുറച്ച് തുണിയൊക്കെ കഴുകാണ്ട് കേട്ടോ. എല്ലാം കഴുകിയിട്ട് ചിലപ്പോൾ ഞാൻ തേക്കും. നല്ലൊരു പാക്കാട്ടോ ഇത്. കൈയൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്ത് തേച്ചാലും നമ്മൾ ചെറുതായ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു അലോവേറ ജെല്ലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കറ്റാർവാഴയുടെ ജെല്ലാണ് ഉള്ളത്, അതാണ് ഞാൻ തേക്കാറ്. അപ്പോൾ പ്രത്യേകിച്ചുള്ള ക്രീം ഐറ്റംസ് ഒന്നും ഞാൻ തേക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോവല്ലേ. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.